വീട്ടിൽ തീ പടർന്നു. അങ്ങനെ ഉണർന്നു നോക്കുമ്പോൾ കുട്ടി അച്ഛനടുത്ത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു ആദ്യം അമ്മയുടെ പരാതി. പുറത്തുനിന്നാരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാം എന്ന ഒരു സംശയവും അവർ പ്രകടിപ്പിച്ചു. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചു. പോലീസ് എത്തുമ്പോൾ നിങ്ങളുടെ അടുത്ത് കിടന്ന കുഞ്ഞിനെയല്ലേ, കുഞ്ഞ് എവിടെ പോയി എന്ന് ചോദിച്ച് ഈ അച്ഛനോട് ചോദിച്ച് ശ്രീതു ബഹളമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, കുഞ്ഞ് ഉറങ്ങാൻ കിടന്നത് ഹരികുമാറിൻ്റെ അടുത്താണ് എന്ന് അച്ഛൻ പറയുകയും ചെയ്തു. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീതുവും ഹരികുമാറും ഒക്കെ പോലീസിനോടും ആദ്യം മൊഴി നൽകിയത്. ആദ്യഘട്ടത്തിൽ പോലീസിന് ഒരു സംശയവും ഈ അമ്മയിലും അമ്മാവനിലും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഭാഗത്ത് തന്നെയാണോ തെറ്റുന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് പോലീസിനുണ്ടായത്. അങ്ങനെയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഘട്ടത്തിൽ മുന്നോട്ട് പോയതും. പക്ഷേ പിന്നീട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കും തോറും ശ്രീജിത്ത് കുട്ടിയുടെ അച്ഛൻ നിരപരാധിയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് പതിയെ പോലീസ് എത്തിച്ചേരുകയായിരുന്നു. മനഃപൂർവ്വം അച്ഛനടുത്ത് കിടന്ന കുട്ടിയെയാണ് കാണാതായെന്ന് പറഞ്ഞ് ഉണ്ടാക്കുകയായിരുന്നു ശ്രീതുവും ഹരികുമാറും എന്ന പോലീസിന് സംശയം തോന്നി. ശ്രീതു ആദ്യം പറഞ്ഞ പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഹരികുമാർ പറഞ്ഞ കാര്യങ്ങളിലും വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് പിന്നീട് ഈ അന്വേഷണം അവരിലേക്ക് തിരിച്ചത്. വീട്ടിനുള്ളിൽ നിന്നല്ലാതെ കുട്ടിയെ ആരും കടത്തിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരും അവിടെ എത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. ആ തെളിവ് ചില വാട്സാപ്പ് ചാറ്റുകളുടെ അടക്കമുള്ള സഹായത്തോടു കൂടി നടത്തിയ ചില ഫോൺ കോളുകളുടെയും വാട്സാപ്പ് ചാറ്റുകളുടെയും അടക്കം സഹായത്തോടെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നത്. അപ്പോഴും ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ, ഉദ്യോഗസ്ഥരെ മിസ്ലീഡ് ചെയ്യാൻ വലിയ ശ്രമങ്ങൾ ശ്രീതുവിൻ്റെയും ഹരികുമാറിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായി. ആദ്യം തന്നെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് തെറ്റില്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. പിന്നീട് അമ്മുമ്മയ്ക്കെതിരെയും സംശയമുണ്ടായി. പക്ഷെ ഇപ്പോൾ ഇന്ന് ക്രൂരമായി കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെയും മൃതദേഹം സംസ്കാരത്തിനായി എത്തിച്ചിരിക്കുകയാണ്. അവരുടെ കുടുംബ വീടിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. കുട്ടിയുടെ അമ്മയും അമ്മാവനുമൊക്കെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. കുട്ടിയുടെ അച്ഛനെയും അച്ഛൻ്റെ അമ്മയും അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള പോലീസ് എത്തിക്കുമെന്ന് പറയുന്നു. സ്വാഭാവികമായും ആ കേസിൽ അമ്മാവനും അമ്മയും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്ന നിലയ്ക്ക് അവരെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ്. ആളുകൾ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നതുകൂടി അറിയാൻ കഴിയില്ല. അരുൺ, എങ്ങനെയാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണമുണ്ടോ ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മുമ്മയും അവിടെ എത്തിക്കുമെന്ന്? അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ ഇപ്പോഴുണ്ട്. അവർ ഈ കുട്ടിയുടെ ബന്ധുക്കളെ ഇവിടേക്ക് എത്തിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് പോലീസ് ഉദ്യോഗസ്ഥരുമായി DSPയും DYSPയുമായി ഒക്കെ സംസാരിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. അതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. വൈകാതെ അവരെ ഇവിടെ എത്തിക്കാൻ തന്നെയാണ് സാധ്യത. അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഈ ജനപ്രതിനിധികളൊക്കെ ഉള്ളത്. നേരത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴും അവരെ കൊണ്ടുവരാം, അച്ഛനെയെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലായത്. ഇപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ നേരത്തെ നടക്കേണ്ടതായിരുന്നു. പക്ഷേ സംസ്കാര ചടങ്ങുകൾ വൈകിക്കാൻ കാരണം അവരെ ഇവിടെ കൊണ്ടുവരാനുള്ള തീരുമാനം തന്നെയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം വൈകാതെ ഇവിടേക്ക് അവരെ കൊണ്ടുവരാൻ ആണ് ആലോചന. പോലീസ് ഉദ്യോഗസ്ഥരുമായി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ നേരത്തെ സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോഴും ഇവിടെ കാത്തു നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്ഥിരീകരണ ഈ വിഷയത്തിൽ ഉണ്ടായേക്കാം. ഈ ബന്ധുക്കളെ കൊണ്ടുവരുന്നുണ്ട്. അച്ഛനും വരുന്നു, കൊച്ചിൻ്റെ അച്ഛനും വരുന്നുണ്ട്, കൊച്ചിൻ്റെ അമ്മമ്മയും വരുന്നുണ്ട്. അത് തന്നെയാണ് കൊച്ചിൻ്റെ അച്ഛനും, അതായത് കുട്ടിയുടെ അച്ഛനും അമ്മുമ്മയും, ശ്രീതുവിൻ്റെ അമ്മയും അതുപോലെ തന്നെ ദേവേന്ദുവിൻ്റെ അച്ഛനും ഇവിടേക്ക് വരും. 2 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. 2 പേർക്കെതിരെയും കേസ് ഉണ്ടാകില്ല എന്ന സൂചനയാണ് നമുക്ക് ഒന്നുകൂടി ശക്തമായി ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. നേരത്തെ തന്നെ പോലീസ് സംസാരിക്കുമ്പോൾ അത്തരം സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചത്. 2 പേരെയും കേസിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംശയ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. 2 പേരുടെ ഭാഗത്തും കാര്യമായ തെറ്റുണ്ടായതായി പോലീസ് കരുതുന്നില്ല. ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീജിത്തിനെയും സംശയത്തിൽ നിന്ന് എത്തിയതുമെങ്കിലും ശ്രീജിത്ത് പറഞ്ഞത് കഴിഞ്ഞ 2-3 മാസങ്ങളായി ഇവരുമായി വലിയ ബന്ധമില്ല, അകന്ന് കഴിയുകയാണ്. ഈ ശ്രീതുവിൻ്റെ അച്ഛൻ മരിച്ച് അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന ദിവസമായതുകൊണ്ടാണ് തലേദിവസം, ഇന്ന് നടക്കേണ്ടതായിരുന്നു ആ ചടങ്ങ്, തലേദിവസം വീട്ടിൽ വന്നത് എന്നാണ് അയാൾ പോലീസിന് മൊഴി നൽകിയത്.
അതുകൊണ്ട് തന്നെ ആ സാധ്യതകൾ പോലീസ് നേരത്തെ തന്നെ മാറ്റി. പിന്നീടാണ് ഈ ശ്രീധുവിൻ്റെയും സഹോദരൻ ഹരികുമാറിൻ്റെയും ഫോൺ കോൾ രേഖകളും അതുപോലെ തന്നെ വാട്സാപ്പ് ചാറ്റും ഒക്കെ പോലീസ് പരിശോധിച്ചത്. അപ്പോൾ ആ ചാറ്റുകൾ കൂടി പരിശോധിക്കുമ്പോൾ പോലീസ് പൂർണ്ണമായും ഈ ശ്രീജിത്തിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് ഇവരിലേക്കായി പോലീസിന്റെ ശ്രദ്ധ. അങ്ങനെയാണ് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുകയും താനാണ് ഈ കൊലപാതകം ചെയ്തത്, കുട്ടിയെ കിണറ്റിലേക്ക് ജീവനോടെ വലിച്ചെറിയുകയായിരുന്നുവെന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകി. പക്ഷേ പിന്നീട് അയാളത് മാറ്റിപ്പറയുകയും ചെയ്തു. പലപ്പോഴും കൃത്യമായി പോലീസിനെ വഴിതെറ്റിക്കാൻ എന്താണ് ഈ കൊലപാതകത്തിന്റെ കാരണം, എൻ്റെ ലക്ഷ്യം എന്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കൂ, നിങ്ങളുടെ ചുമതലയല്ലേ എന്ന ഒരു മറുപടി ഈ പ്രതിയിൽ നിന്ന്, ഹരികുമാറിൽ നിന്ന് ഉണ്ടായതായാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു തരത്തിലും അന്വേഷണവുമായി സഹകരിക്കാത്തൊരു സമീപനം ഇവർ തുടക്കം മുതൽ സ്വീകരിച്ചു. രാവിലെ മുതൽ അത്തരമൊരു സമീപനയുടെ ഭാഗത്തുണ്ടായിരുന്നു. പോലീസിനെ വഴിതെറ്റിക്കാൻ, ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ. അതുകൊണ്ടാണ് ആദ്യം ഈ രണ്ട് സാധ്യതകൾ, ഈ ശ്രീ ഹരികുമാർ എന്ന അമ്മാവനിലേക്ക് പോലീസിന്റെ സംശയം ആദ്യമൊന്നും പോയിരുന്നില്ല. അച്ഛനെ കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കത്തിലെ അന്വേഷണം. അമ്മയുടെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പോലീസ് കരുതിയിരുന്നു. പക്ഷേ അതിന് ഒടുവിലാണ് യഥാർത്ഥ പ്രധാന പ്രതി എന്ന് പറയുന്നത് ഈ അമ്മാവൻ ഹരികുമാറാണെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. അതിനുശേഷവും ഇയാൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളയാളാണ്, മാനസികപരമായ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് എന്ന തരത്തിലുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പോലീസ്. പക്ഷേ അതും തള്ളിക്കളയുന്നു. ഇയാൾ കാര്യമായ മാനസിക പ്രശ്നങ്ങളും ഒന്നുമുള്ളയാളല്ല. ഈ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഇയാൾ ചെയ്ത കാര്യമാണ്. എന്താണ് പെട്ടെന്നുണ്ടായ പ്രകോപനം? ഇനി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അയാൾ ഒരു ക്ഷേത്രത്തിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ആളാണ്, ക്ഷേത്ര ജീവനക്കാരനാണ്, ഇടയ്ക്ക് മാത്രം വീട്ടിൽ വന്നു പോകുന്നയാളാണ്. എന്താണ് അയാൾക്ക് ഈ പെട്ടെന്നൊരു കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്താനുള്ള പ്രകോപനം? അതും ഈ ഒരു ചടങ്ങ് വീട്ടിൽ നടക്കാനിരിക്കുന്നു, കുട്ടിയുടെ അച്ഛനും ഒക്കെ വീട്ടിലുള്ളപ്പോൾ ഈ ഒരു പ്രശ്നം എന്തിനാണ് ഇങ്ങനൊരു കുറ്റകൃത്യത്തിലേക്ക് അയാൾ കടന്നത്? എന്താണ് ഇന്നലെ രാത്രി അവിടെ സംഭവിച്ചത്? എന്തായിരുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന കാര്യങ്ങളാണ് അറിയേണ്ടത്. സാമ്പത്തിക പ്രശ്നത്തിന്റെ മാത്രം പേരിൽ ഇങ്ങനെ ഒരു കൊലപാതകം അയാൾ ചെയ്യുമെന്ന് പോലീസ് കരുതുന്നില്ല. ഏറെക്കുറെ പോലീസ് ഈ വിഷയത്തിലൊരു വ്യക്തമായ സ്ഥിരീകരണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ പോലീസ് ഇപ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായും വിട്ടുപറയുന്നില്ല. ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോഴും ഡിവൈഎസ്പി ഷാജി പറഞ്ഞത് ഒന്നും അന്തിമമായിട്ടില്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർ കോൺട്രഡിക്ടറി ആയിട്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ ഒത്തുനോക്കിയും അതിൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വാട്സാപ്പ് ഫോൺ കോൾ ഡീറ്റെയിൽസിന്റെ അടക്കം തെളിവുകളോട് സഹായത്തോടുകൂടിയുള്ള പരിശോധനകൾ നടത്തുകയാണ്. അതിനുശേഷം മാത്രമേ യഥാർത്ഥ കാരണത്തിലേക്ക് പോകാനാകൂ. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുന്നതും വൈകിയേക്കും. നേരത്തെ ഉച്ചയോടുകൂടി തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകളാണ് ആദ്യം ലഭിച്ചത്. പക്ഷേ അങ്ങനെ ഉണ്ടാകില്ല. കുറച്ചുകൂടി വിശദമായ ചോദ്യം ചെയ്യൽ, കൃത്യമായ കാരണം ഈ പ്രതികൾ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാൻ്റെ കാരണം